ആദ്യം അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദനിലേക്ക്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു. ആ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയമല്ലേ? അങ്ങനൊരു ഗുരുതരമായ വിഷയത്തിൻ്റെ റിപ്പോർട്ട് 5 മാസം വൈകിപ്പിച്ചത് ശരിയാണോ? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ. My wife ought not even to be under suspicion. സ്വന്തം ഭാര്യയെ ഒഴിഞ്ഞുകൊണ്ട് ജൂലിയസ് സീസർ പോപ്പി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകമാണ്. എല്ലാവരും സംശയത്തിന് അതീതരായിരിക്കണം. മുഖ്യമന്ത്രിയും ആ കാര്യം അവസാനമായിട്ട് തറപ്പിച്ച് പറയുകയാണ്. ആദ്യം ഇത് CPIയുടെ നേതാവ് പ്രകാശ് ബാബു പറഞ്ഞിരുന്നു, എല്ലാവരും സംശയത്തിന് അതീതമാകണം. പ്രത്യേകിച്ച് ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ എപ്പോഴും സംശയത്തിന് അതീതമായിരിക്കണം. ഇന്ന് ജനയുഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനവും വന്നു, ഇതുമായിട്ടുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും സംശയത്തിന് അതീതമായിരിക്കണം. ഇന്നലെ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് അടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് കിട്ടിയിരിക്കുന്ന വാർത്തകൾ. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, നമ്മളെല്ലാവരും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഈ പൂര ദിവസം തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ADGP അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഈ പൂരം കലക്കലിന് പ്രധാനമായി അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണറുടെ തെറ്റായ ഇടപെടലുകളാണ് ഈ പൂരം കലക്കലിലേക്ക് പോയെന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഈ പൂരം കലക്കലിലൂടെ ആർക്കാണ് രാഷ്ട്രീയ നേട്ടമുണ്ടായെന്നൂടെ മനസ്സിലാക്കണം. തൃശ്ശൂർ സീറ്റ് നമുക്കറിയാം, സ്ഥിരമായിട്ട് ഭൂരിപക്ഷം ഭാഗവും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് BJP പിടിച്ചെടുക്കുകയായിരുന്നു. കോൺഗ്രസിന് 80,000-ഓളം വോട്ട് കുറഞ്ഞു, BJPക്ക് 1,20,000-ഓളം വോട്ട് കൂടി, ഇടതുപക്ഷ മുന്നണിക്ക് 16,000-ഓളം വോട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ആരുടെ വോട്ടാണ് പൂരം കലക്കലിൽ BJPയിലേക്ക് പോയത്? ഇത് കോൺഗ്രസ്സാണ് വിലയിരുത്തേണ്ടത്. കോൺഗ്രസിൻ്റെ വോട്ടാണ് 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 80,000 വോട്ട് TN പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറവാണ് K മുരളീധരന് കിട്ടിയത്. പിന്നെ K മുരളീധരൻ തന്നെ തൃശ്ശൂർ DCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്ത ഒരു ബസ്സിലാണ് യാത്ര ചെയ്യാൻ വന്നത്, ആരുമില്ലായിരുന്നു ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ. അതിലൊക്കെ ഉപരി അദ്ദേഹം അവസാനമായി വെളിപ്പെടുത്തിയത് ഏതാണ്ട് 50,000-ന് മുകളിൽ വോട്ട് BJP കുറഞ്ഞ സമയം കൊണ്ട് ചേർത്തത് കോൺഗ്രസ് നേതാക്കന്മാർ അറിഞ്ഞില്ലേ എന്ന് DCC പ്രസിഡന്റ് വേദിയിലിരുത്തിക്കൊണ്ട് K മുരളീധരൻ ചോദിച്ചു. ഇന്ന് KC ജോസഫിൻ്റെ റിപ്പോർട്ടിൽ പരിപൂർണമായ പരാജയത്തിന് കാരണം പൂരം കലക്കിയതല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണത്. പ്രധാന കാരണം അതല്ല. പൂരം കലക്കലിന് മറ്റു കാര്യമുണ്ട്, പരാജയത്തിന് പൂരം കലക്കൽ മാത്രമല്ല. അപ്പോൾ അത് ശരിക്കും കോൺഗ്രസിനേക്കാൾ നല്ലതുപോലെ പഠിക്കേണ്ടത് ഇടതുപക്ഷമാണ്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ല അതെങ്കിൽ പോലും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വളരെ കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റാണ് BJPയിലേക്ക് പോയതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചുകൊണ്ടാണ് ആ സീറ്റ് BJPയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരോപണത്തിന്റെ മുനയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നാളെ മുഖ്യമന്ത്രി കാണാൻ പോകുന്നത്. ആ റിപ്പോർട്ട് ഇനി നമ്മൾ അംഗീകരിക്കുന്നത് എന്ത് ആത്മവിശ്വാസത്തിലായിരിക്കും? താങ്കൾ കരുതുന്നുണ്ടോ ADGP ആയ ഈ MR അജിത് കുമാർ അതേ ദിവസം, അതായത് പൂരം നടക്കുന്ന ദിവസം പകലും രാത്രിയിലും ആ സ്ഥലത്തുണ്ടായിരുന്നു, രാവിലെ മൂകാംബികയ്ക്ക് പോകുന്നു. അപ്പോൾ രാത്രിയിൽ ഈ സംഭവം നടക്കുമ്പോഴെല്ലാം അജിത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നാണ് ഇന്നത്തെ ജനയുഗത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അത്തരം എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ADGP ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലീസ് സേനയെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക സാധ്യമാണ്. CPMനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക സാധ്യമാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് ആരോപണ വിധേയനൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിലെ ഒരു യുക്തിരാഹിത്യം ബൽദേവ് കാണുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തുള്ള അന്വേഷണമല്ലേ ഇടതുപക്ഷം ചെയ്യേണ്ടത്? CPI ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ തന്നെ അതാണ് പറഞ്ഞത്. ജൂലിയസ് സീസർ സ്വന്തം പരിശുദ്ധയായ ഭാര്യ ഉപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ADGP അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ ഒരു ഘടകകക്ഷി ഉള്ള പ്രധാനം ചെയ്യുന്നൊരു പാർട്ടിയിൽ അംഗം കൂടിയാണ് ഞാൻ. ഒരു കാരണവശാലും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ, CPIയും അതിനെതിരാണ്. CPI മാത്രമല്ല, ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Debate with Arun Kumar.